സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കയറ്റി വെച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാണ്ടായി. അഖിലേഷ്, തോട്ടടക്കാരൻ അഖിലേഷ് എന്നെ പരിചയപ്പെടുത്തിയത് കാലിക്കറ്റിനോട് പോലും സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറെ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറെ പൈസ പോയി, കമ്പനിക്കാർ കുറെ പൈസ കൊടുക്കാറുണ്ട്. അതിനിടയ്ക്ക് സിനിമ എടുത്തു വെള്ളം. അത് പിന്നെ അവസാനം എൻ്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത് നദികളെ സുന്ദരി യമുന, ഉണ്ണി വെള്ള, വിജേഷ് പാണത്തൂർ, ഈ രണ്ടാളും കള്ളം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അതാണ് ഇതാണ്. നമ്മൾ അങ്ങനെ ആ സിനിമ എടുത്തു. അതിന് 2 കോടി നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവർ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായ ഒന്നും അല്ലായിരുന്നു. ഇതൊക്കെ നമ്മളോട് കഥ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂന്നാമത് സുമതി കുറവ്. എല്ലാവരും വിജയം പടം സിനിമ ഭയങ്കര വിജയമാണ്. ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കും. എന്റെ മക്കളെ കൂടെ പേരോട് ജീവിച്ചിട്ട് മതിയായിട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് ഈ സിനിമ കാരണം 7 കോടി നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ മൂലത്തിൽ ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ എന്നെ കടക്കാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടെ എന്നെ പറ്റുന്നില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ട് എന്നെല്ലാവരും ചതിച്ചു, എല്ലാവരും പറ്റിച്ചു, എന്നെ ഇങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ളതുകൊണ്ട് അവന് ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവരുടെ ഡയറക്ഷൻ അറിയില്ല, അല്ല കള്ളന്മാരാണ്. എല്ലാവരും നീ സത്യമാണ്. എന്നെ പറ്റിച്ചു അറിയില്ല വേണ്ടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്നെ നല്ലൊരു ജീവിതം കൊണ്ട് ഈ സിനിമാക്കാരെ വിജേഷ് പാണത്തൂർ, ഉണ്ണി വെള്ളോറ, അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെല്ലാം കൂടെ എന്റെ ജീവിതം കഴിഞ്ഞു. ദൈവങ്ങൾക്ക് മാപ്പ് കൊടുക്കാനാണ് അവർ പുതിയതായി ജീവിക്കുന്ന ഭാര്യയുടെ മക്കളുടെ കൂടെ. എനിക്ക് പക്ഷെ മരിച്ചേ പറ്റൂ. എല്ലാവർക്കും മാപ്പ്. ഞങ്ങൾ കുടി നിർത്തിയിട്ടുണ്ട് അവരോടല്ലോ. നിങ്ങളൊരിക്കലും കുടിക്കരുത്. എന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ്.